Audio Jungle. Audio Jungle. ഹലോ, ടേൽസ് ഓഫ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വിചാരിച്ചു ട്രെൻഡിങ്ങിൽ നിന്നിരുന്ന പഴം കൊഴുക്കട്ട തയ്യാറാക്കാന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് 3 ശർക്കര എടുത്ത് ശർക്കര പാനി തയ്യാറാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ 3 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ പഴത്തിന്റെ ഉള്ളിലെ ആ പൂവൊക്കെ കളഞ്ഞ് ഞാൻ ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മട്ട്ലർ വെച്ചിട്ടാണ് ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തത്. ഉടച്ചെടുത്ത പഴം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഫില്ലിങ് തയ്യാറാക്കണമല്ലോ. അപ്പൊ അതിൽ ചേർക്കാനായിട്ട് ഏലക്കായും ജീരകവും എടുത്തിട്ടുണ്ട്. ഏലക്ക 4 കഷ്ണമാണ് കേട്ടോ ഞാൻ എടുത്തത്. പിന്നെ 2.5 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഇനി ചട്ടിയിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ശർക്കര പാനി ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കര പാനി തേങ്ങയിലേക്ക് നന്നായിട്ട് പിടിക്കണം. സാധാരണ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന പോലെ തന്നെ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് അറിയാം. പിന്നെ ഞാൻ നേരത്തെ എടുത്തു വെച്ച ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പൊടിക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ. കൊഴുക്കട്ട ഉണ്ടാക്കാൻ തന്നെ എല്ലാവർക്കും അറിയാം. എന്നാലും നമ്മളൊരു റെസിപ്പി ഇടുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണമല്ലോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത് നെയ്യാണ് കേട്ടോ. ഞാൻ 1.5 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ കുഴച്ചു വെച്ച പഴത്തിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് പഴവും അരിപ്പൊടിയും മിക്സ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പൊ അത് രണ്ടും ആദ്യം മിക്സ് ചെയ്തു. അതിനുശേഷം ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്യുന്നില്ല. അപ്പൊ ചൂടുവെള്ളം ഒഴിച്ച് സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൊഴുക്കട്ടയുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ മാവിന്റെ ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാൻ നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്ത് എടുത്തു. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് കൊഴുക്കട്ട തയ്യാറാക്കാം. കുഴച്ചു വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ചെറിയൊരു ഭാഗം മാവ് എടുത്ത് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം കയ്യിൽ വെച്ച് പരത്തി അതിലേക്ക് ഫില്ലിങ് ഇട്ടതിന് ശേഷം അതൊന്ന് റോൾ ചെയ്ത് വീണ്ടും ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പൊ ആദ്യത്തെ റൗണ്ട് കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇഡലിത്തട്ടിയിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര വലിയ കൊഴുക്കട്ട പോലെ തോന്നുന്നുണ്ട്. പക്ഷെ ചെറിയ കൊഴുക്കട്ടയാണ് കേട്ടോ. വീഡിയോയിൽ എന്തെങ്ങനെ കാണുന്നതെന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ നമ്മുടെ ആദ്യത്തെ റൗണ്ട് കൊഴുക്കട്ട വെന്ത് റെഡി ആയിട്ടുണ്ട്. ഞാൻ കണ്ട കൊഴുക്കട്ടയുടെ വീഡിയോസിലെല്ലാം കൊഴുക്കട്ടയ്ക്ക് നല്ല യെല്ലോ കളറായിരുന്നു കേട്ടോ. ഇതിന് അത്ര യെല്ലോ കളർ ഇല്ലെങ്കിലും ഒരു ലൈറ്റ് യെല്ലോ കളർ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്തോട്ടോ. അപ്പൊ നല്ല കളർഫുൾ ആയിട്ട് കിട്ടും. അപ്പൊ ഞാൻ കൊഴുക്കട്ട എല്ലാം ഒരു വാഴയില എടുത്തിട്ട് അതിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കൊഴുക്കട്ട ഞാനൊന്ന് കഴിച്ചു നോക്കിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ നെയ്യുടെ ഒക്കെ ഫ്ലേവറും കൂടെ വന്നപ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ നെയ്യ് അത്ര ഇഷ്ടമുള്ള ആളല്ല, എന്നാലും ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. നെയ്യുടെ ഒക്കെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതുവരെ പഴംകൊഴുക്കട്ട തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.